നമസ്കാരം. തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങളുടെ നടുവിലാണ് കേരളം. പ്രളയം, അതിശൈത്യം, ഇനി ഉഷ്ണതരംഗവും. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു എന്നതിനാൽ ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നു. സംസ്ഥാനത്ത് 5 ഡിഗ്രി വരെ ചൂട് ഒറ്റയടിക്ക് കൂടുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. 2015 ഉള്ളതിനേക്കാൾ ശക്തമായ ഉഷ്ണതരംഗത്തിന്റെ സാധ്യതയാണ് ഉള്ളത് എന്ന വിലയിരുത്തലാണ് വരുന്നത്. മഴ ലഭിച്ചില്ലെങ്കിൽ കേരളം മറ്റൊരു ദുരന്തത്തിനു കൂടി സാക്ഷിയാകും. സൂര്യതാപവും കഴിഞ്ഞുള്ള അവസ്ഥയാണ് ഉഷ്ണതരംഗം. ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. തൃശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ കൊടും ചൂട് അനുഭവപ്പെടും എന്നതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ വകുപ്പും ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ഉഷ്ണതരംഗത്തിൽ ആശങ്ക വേണോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 881. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കാം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും ഇന്നത്തെ ഈ പൊതുവേദിക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ ഡോക്ടർ ഗോപകുമാർ, അദ്ദേഹം കാർഷിക സർവകലാശാലയിലെ ഉദ്യോഗസ്ഥനാണ്. ശ്രീ ഗോപകുമാർ, നമുക്കറിയാം പ്രധാനമായും ഉണ്ടായ പ്രകൃതി ദുരന്തം, വലിയൊരു പ്രളയം ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെ അതിശൈത്യമുണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഉഷ്ണതരംഗം ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ചൂട് അത് ഓരോ ദിവസവും കൂടി വരുന്നു. 5 ഡിഗ്രി വരെ ഒറ്റയടിക്ക് കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്ന വിലയിരുത്തലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തി കഴിഞ്ഞു. ഏതായാലും മറ്റൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്നാണ് തോന്നുന്നത്. എന്താകാം ഈ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? കേരളത്തിൽ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹാപ്രളയവും അതിനുശേഷം മൂന്നാർ പ്രദേശത്ത് ഇടുക്കി ജില്ലയിലുണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു ശീതതരംഗ സമാനമായിട്ടുള്ള സാഹചര്യവും, പിന്നെ അതിനുശേഷം വേനൽ തുടങ്ങിയപ്പോൾ ഏതാണ്ട് ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ കേരളത്തിലെ പകൽ താപനിലയിൽ കുതിച്ചാട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അത് മുൻകാലങ്ങളിലൊക്കെ ഫെബ്രുവരി മാസം നമ്മുടെ ഒരു ശൈത്യമാസത്തിന്റെ കൂട്ടത്തിലാണ് നമ്മളെല്ലാം ഉൾപ്പെടുത്തിയത്. ഔദ്യോഗികമായിട്ട് ഉത്തരാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് 1 അത് മാർച്ച് തുടങ്ങിയതോടുകൂടി പകൽ താപനിലയിൽ സംസ്ഥാനത്തിന്റെ തെക്കോട്ട് വടക്കോട്ട് വരെ ഒരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ KSDM കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള മുന്നറിയിപ്പുകൾ അതിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയില് പല പ്രദേശങ്ങളടക്കം കേരളത്തിലെ പൊതുവെ എല്ലാ ജില്ലകളിലും പകൽ താപനിലയിൽ 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുള്ള ഏറ്റവും പ്രവചിച്ചിട്ടുണ്ട്. അതിൽ തന്നെ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് മേഖലകളിലൊക്കെ 8 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നു പോകാം എന്നുള്ളൊരു പ്രവചനവും നാം കണ്ടു. അതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ മുന്നറിയിപ്പുകളുടെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത്. ശരി, ഡോക്ടർ ഗോപകുമാർ, ഞാൻ താങ്കളിലേക്ക് എത്താം. ദയവായി തുടരുക. പ്രേക്ഷകർ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നും സുപ്രൻ എന്ന പ്രേക്ഷകനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ സുപ്രൻ, നമ്മൾ ഒരു വലിയ ദുരന്തം കണ്ടതാണ്, പിന്നീട് അതിശൈത്യവും അനുഭവിച്ചു. ഇപ്പോൾ ഉഷ്ണതരംഗം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. വലിയ സൂര്യതാപവും കടന്നുള്ള ഒരു അവസ്ഥയാണ് ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെയുള്ളൊരു ഭാഗത്ത് ഇത് വരുന്ന ദിവസങ്ങളിൽ കൂടുതലായി അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നമ്മൾ ഏത് തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു ആശങ്ക എത്രത്തോളം ഉണ്ട് താങ്കൾക്ക് അടക്കമുള്ളവർക്ക്? ഹലോ, ഞാൻ നിങ്ങൾ പറയുന്ന വാക്ക് കേട്ട്, കാർഷിക വകുപ്പിലെ ആ ഡോക്ടർ പറയുന്ന വാക്ക് കേട്ട്, എനിക്ക് നിങ്ങളോടും കാർഷിക വകുപ്പുള്ള ഡോക്ടറോട് പറയാൻ, എനിക്ക് തർക്കിക്കാനല്ല കാര്യം. ഒരു കാര്യം ഞാൻ എന്റെ നിങ്ങളുടെ മുന്നിൽ നിർദ്ദേശം വെക്കാൻ, ഞാൻ ജനങ്ങളെയൊക്കെ കേൾക്കുക.
നമ്മള് ഭൂമിയും ഈ ആകാശത്തേക്ക് സൃഷ്ടിച്ചത് ഒരു ശാസ്ത്രജ്ഞന്മാരും അല്ല എന്ന് ആദ്യം സമ്മതിക്കണം. 2, നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് അർപ്പിക്കണം. ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചമെന്നും പ്രപഞ്ചത്തിലൂടെ നീതി പുലർത്തേണ്ട ഒരു സാധ്യത മനുഷ്യർക്ക് തന്നെയാണ്. മനുഷ്യരിൽ കുടികൊള്ളുന്ന ആ ദൈവീയ അംശത്തോട് പ്രകൃതിയുമായിട്ട് താതാത്മ്യം ചെയ്ത് ഭൂമിയെ കാണേണ്ട ആ ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ എന്നാലേ ഇത്, അല്ലെങ്കിൽ എല്ലാ വെയിലുകാലം കഴിഞ്ഞ വെയിലത്ത് ചൂട് സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ ചൂട് സമയം എടുത്തു നോക്കുക. കാലാകാലങ്ങളിൽ ഈ പ്രതിഭാസം ഉണ്ടാകും. ഇവിടെ എല്ലാം നമ്മൾ ദൈവത്തോട് അടുക്കാൻ മനുഷ്യൻ തയ്യാറാകുമ്പോൾ മാത്രമുള്ളൂ ഇതൊരു അന്ത്യമാണ്. നന്ദി സുപ്രൻ പ്രതികരിച്ചതിന്. തൃപ്പൂണിത്തുറയിൽ നിന്നാണ് അദ്ദേഹം വിളിച്ചത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. പട്ടാമ്പിയിൽ നിന്നും മണികണ്ഠൻ. പട്ടാമ്പിയിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ശ്രീ മണികണ്ഠൻ, പ്രത്യേകിച്ചും അറിയാലോ പാലക്കാട് ജില്ല തുടങ്ങിയ പ്രദേശങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുകയാണ്. ഈ ഓരോ ദിവസങ്ങളിലും അവിടെ ഉണ്ടാകുന്ന ചൂടിന്റെ തീഷ്ണത കൂടിക്കൂടി വരികയും ചെയ്യുന്നു. നമുക്ക് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഇത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ ആശങ്ക ഏത് തരത്തിലാണ് പങ്കുവെക്കുന്നത്? ഞാനൊരു തൊഴിലാളിയാണ്. വളരെ ആശങ്കയോട് കൂടിയാണ് താങ്കൾ പറഞ്ഞ ഈ വാർത്ത ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെ തുറസായ സ്ഥലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾക്ക് വളരെ വളരെ ആശങ്കയോട് കൂടിയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ മറ്റേ 11 മണി മുതൽ 3 മണി വരെ പണിയെടുക്കാതിരിക്കുക, അതിനുശേഷം പണിയെടുക്കുക എന്ന് പറയുമ്പോൾ അതും ഞങ്ങളെ സംബന്ധിച്ചും തൊഴിലാളികളെ സംബന്ധിച്ചും വളരെ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം അതിരാവിലെ ഒരു മുതലാളി ഒരു കോൺട്രാക്ടറും ഒരിക്കലും 5 മണിക്കൂർ പണിയെടുത്ത് ഫുൾ പൈസ തരുവാൻ കൂലി തരാറുള്ള ഒരു മുതലാളിമാരും ഉണ്ടാവില്ല. 8 മണിക്കൂർ പണിയെടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ചെലവിനുള്ള പൈസ കിട്ടുകയുള്ളൂ. ആ ഒരവസ്ഥയിൽ 11 മണി മുതൽ 3 മണി വരെ പണിയെടുക്കരുതെന്ന് പറഞ്ഞാൽ 1/2 ദിവസത്തെ കൂലിയാണ് കിട്ടുക. 1/2 ദിവസത്തെ കൂലിയിൽ നിങ്ങളുടെ ചെലവും കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് മറ്റു സാധനങ്ങൾ മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. വളരെ ശരി. പട്ടാമ്പിൽ നിന്നും മണികണ്ഠൻ എന്ന പ്രേക്ഷകന്റെ നിലപാടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആശങ്കയാണ് നമ്മൾ കേട്ടത്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ബാലനമ്പുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകൻ. മുൻകരുതലുകൾ എന്തായാലും ഇക്കാര്യത്തിൽ വേണം. അത് ഏത് തരത്തിൽ വേണം എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും പ്രളയമുണ്ടായ ഒരു സാഹചര്യം അത് നമുക്ക് അറിയാവുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ വേണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതെ സാറേ, നമ്മളിത് കാലകാലങ്ങളിലുള്ള ഒരു പ്രശ്നമാണ് ഈ ചൂടുണ്ടാകുന്നത്. പക്ഷേ അന്നൊന്നും കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ ഒരു സജ്ജീകരണങ്ങളും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്ത് തലങ്ങളിലും പഞ്ചായത്തുകളിലും എല്ലാ ലൈൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റ് അധികാരികൾ ഈ പൈപ്പ് വെള്ളങ്ങൾ എല്ലാ സ്ഥലത്തും എത്തിക്കേണ്ട അതിന് അറ്റകുറ്റപ്പണികൾ എല്ലാം തീർത്തു അതിന് ക്ലിയറാക്കി ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് പൊട്ടിക്കിടക്കുന്ന ഭാഗങ്ങളെല്ലാം നേരെയാക്കി എന്നിട്ട് വെള്ളം എവിടെ കൊണ്ടു അതിനെ എവിടേക്ക് എത്തിക്കണമെന്നുള്ള എടുക്കുക. അതാണ് ഏറ്റവും മുൻപന്തിയുള്ളത്. വെള്ളം കേരളത്തിലൂടെ ഇല്ലായിരിക്കില്ല. പിന്നെ ഇപ്പൊ ഈ പറയുന്ന വാക്കുകൾ ഇതിനേക്കാൾ എത്രയേ ചൂടോടെ കിട്ടിയത്, എന്തോ അനുഭവിച്ചത്. ഇവർ പറയുമ്പോൾ ജോലി ആയിരിക്കും അവിടെ ഇരുന്ന് ആരും വയറുന്നറിയില്ല, ഇതിനു വേണ്ടി ഒരു നേതാക്കന്മാർ അറിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ വാർത്ത അറിഞ്ഞ് വിളിക്കുന്നതെന്ന് പറഞ്ഞാല് ജനങ്ങളെ കേൾക്കണം, ജനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ഓരോ പഞ്ചായത്തിലുള്ള മെമ്പർമാരെയും നേതാക്കന്മാരെ അറിയിക്കണം. നിങ്ങൾ ഈ പൈപ്പുകളെല്ലാം ശുദ്ധീകരിക്കണം, പൈപ്പുകൾ നമുക്ക് എത്തിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടം പോലെ പണം മുടക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് 78 മൂലകാലങ്ങളിൽ എനിക്കിപ്പം തന്നെ 19 78 കാലഘട്ടത്തിൽ ചൂട് അനുഭവിച്ചിട്ടുണ്ട്. വീടിനകത്ത് കടക്കാൻ പറ്റാതെ വെളിയിൽ കടന്ന് നമ്മൾ എന്താ പറയുക ചൂട് കൊണ്ട് പാടിയിട്ടുണ്ട്, ഫാൻ എല്ലാം ഉണ്ട്. ഓക്കെ, ശരി. ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകനിലേക്ക് എത്താം. ദയവായി വിഷ്ണു തുടരുക. ഇപ്പോൾ ഡോക്ടർ KG താര, ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുൻ മേധാവി. ഡോക്ടർ താര, ഇവിടെ നമുക്കറിയാം ദുരന്തങ്ങൾ അതില്ലാതെ ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ദുരന്തം വരാതെ നോക്കുക, വരുമെന്നുള്ള ഉറപ്പുള്ള ദുരന്തത്തെ നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വരാൻ പോകുന്ന കടുത്ത വെള്ളത്തിന്റെ ദൗർലഭ്യത്തെ അതായത് വെള്ളമില്ലാതെ വരുന്ന ഒരു സന്ദർഭമാണ് ഇനി വരാൻ പോകുന്നത്. അതിന്റെ സൂചനകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ചൂട് കൊണ്ട് സൂര്യാഘാതം ഉണ്ടാകുന്നതിന് പുറമെ നമ്മളെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് കുടിവെള്ളം കിട്ടാതാവും എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഇത് സർക്കാരിന്റെ നയപരിപാടികൾ, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിപാടികളും
ഹ്രസ്വകാലത്തിലുള്ള അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഊന്നൽ കൊടുക്കണം. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് താൽക്കാലികമായിട്ടുള്ള പരിഹാര മാർഗക്രിയകളിലേക്ക് സർക്കാരുകൾ മാറുന്നതാണ്. അതിന് പകരം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ മഴക്കുഴികൾ എല്ലായിടത്തും നമ്മൾ ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കണം എന്നുള്ള ഒരു ഗവൺമെന്റ് ഉത്തരവ് തന്നെ ഉണ്ടാക്കിയാൽ നല്ലത്. കാരണം ഇനി വരാൻ പോകുന്ന മഴയെ നമ്മൾ കിട്ടുന്ന ചെറിയ വെള്ളം പോലും നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട സ്ഥിതിവിശേഷമാണ്. ശരിയാണ് ഡോക്ടർ കെ ജി താര, ഇവിടെ വരുന്ന ദിവസങ്ങളിൽ മഴയുണ്ടായാൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയും. ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏവരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതും ആകാംക്ഷയോടെ കേൾക്കേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് സൂര്യതാപവും കടന്ന് ഉള്ളതാണ് ഉഷ്ണ തരംഗം. ആ ഒരു തരംഗത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗത്ത് വരുന്ന ദിവസങ്ങളിൽ ഈ ഉഷ്ണതരംഗം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി തന്നെ അവർ പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ എത്രത്തോളം ആകാംക്ഷയോടെ കാണണം, എത്രത്തോളം നമ്മൾ മുൻകരുതൽ എടുക്കണം എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഇത് ഈ മുൻകരുതലിനെടുക്കുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഈ പുറം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകള്, പാവപ്പെട്ട ആളുകള്, ഈ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ, രോഗികൾ, ഇത്രയും ആളുകളാണ് ഇതിനകത്ത് ഏറ്റവും വൾണറബിൾ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ളവർ. അപ്പൊ അവർക്ക് ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ അവധിക്കാല ക്ലാസ്സുകളും ഈ മാർച്ച് മാസത്തിലെ ക്ലാസ്സുകളിലും ഈ യൂണിഫോമില് ഈ സോക്സും ഷൂസും ടൈയും ഒക്കെ വളരെ നിർബന്ധമായിട്ട് ഒഴിവാക്കണം എന്നുള്ള ഒരു ഉത്തരവ് തന്നെ പുറപ്പെടുവിക്കണം. അതുപോലെ യൂണിഫോംഡ് ഈ ആളുകളുള്ള യൂണിഫോം ഇട്ട ആളുകൾ ഈ എന്താണ് ഈ ട്രാഫിക് പോലീസ് അല്ലെ ഡോക്ടർമാര്, നഴ്സുമാര്, അവരൊക്കെ ഈ ഉഷ്ണത്തില് നമ്മൾ കഴിയുന്നതും ഇവരുടെ ആഘാതം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം ഈ യൂണിഫോമുകളിൽ ചെറിയൊരു മാറ്റം വരുത്താൻ ഉടനടി നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു ആലോചനയെങ്കിലും വേണ്ടതാണ്. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് അഹമ്മദാബാദ് എന്ന് പറയുന്ന നഗരം ഇന്ത്യയിലെ ഈ ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ, അതായത് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ആക്ഷൻ പ്ലാൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ തയ്യാറാക്കിയ നഗരമാണ്. ആ അഹമ്മദാബാദിന്റെ ആക്ഷൻ പ്ലാനിൽ ഒരുപാട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ പറയുന്നുണ്ട്, ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും അവർ പറയുന്നുണ്ട്. അതൊരു മാതൃകയായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ സമയ ക്രമീകരണം, അതായത് ഓഫീസിന്റെയും സ്കൂളിന്റെയും സമയ ക്രമീകരണം ചെയ്യുന്നതിന് തകരാറില്ല. കാരണം ഒരു വളരെ കടുത്ത വേനലാണ് നമുക്ക് വരാൻ പോകുന്നത്. അത് തീർച്ചയായും ഇന്ന് കോഴിക്കോട് കളക്ടർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ, സ്കൂളുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെല്ലാം കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കാൻ കളക്ടർ തന്നെ ഉത്തരവിട്ടിരിക്കുന്നു. പക്ഷേ ഡോക്ടർ കെ ജി താര, ഇവിടെ പ്രളയമുണ്ടായ ഒരു സാഹചര്യം, അതിന് തൊട്ടു പിന്നാലെ അതിശൈത്യമുണ്ടായ ഒരു സാഹചര്യം, തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉഷ്ണതരംഗവും വരാൻ പോകുന്നത്. എന്താകാം ഇത്തരം ഒരു മാറ്റത്തിന്, പ്രത്യേകിച്ചും കേരളത്തിന്റെ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരം ഒരു മാറ്റം വരാനുള്ള ഒരു കാരണം എന്താകാം? ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണം. നമ്മുടെ ലോകത്തിലെ നഗരവൽക്കരണ തോത് 5% കേരളത്തിലേത് 15% ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അത് ഏകദേശം 9% വരുന്നുള്ളൂ ശരാശരി. അപ്പോൾ ഈ വർദ്ധിച്ച നഗരവൽക്കരണ തോത്, അതായത് കാടും മേടും എല്ലാം കയ്യേറി നമ്മൾ ഈ നഗരങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികസന മാതൃക നമുക്ക് വേണമോ വേണ്ടയോ എന്നുള്ള ആലോചിക്കേണ്ട സന്ദർഭവും കൂടിയാണ് ഇത്. ഈ കെട്ടിടങ്ങളുടെ എണ്ണം കൂടുമ്പോൾ, ബഹുനില കെട്ടിടങ്ങളുടെ ഉയരം കൂടുമ്പോൾ ഒക്കെ ഈ ചൂടിന്റെ ആധിക്യം കൂടും. അതിന് ഹീറ്റ് ഐലൻഡുകൾ എന്നാണ് പറയുന്നത്. ഊഷര ദ്വീപുകളായിട്ട് ഈ നഗരങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു നഗര വികസന നയമുണ്ടാകണം, ഭൂവിനിയോഗ നയവും ഉണ്ടാവണം. അതൊക്കെ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യണം. ഇപ്പൊ ഭൂവിനിയോഗ നയത്തില് നമ്മൾ എന്താണ് ഇന്ന സ്ഥലത്തെ കെട്ടിടങ്ങൾ പാടുള്ളൂ എന്നുള്ള നിയമം ഉണ്ടല്ലോ, അല്ല അങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെ അത്തരം ശ്രദ്ധ തന്നെയാണ് നമുക്ക് ഇനി ഉണ്ടാകേണ്ടത്. നന്ദി ഡോക്ടർ കെ ജി താര ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചത്. കൂടുതൽ പ്രേക്ഷകരിലേക്ക് നമുക്ക് പോകാം. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ തുടരുന്നു. വിഷ്ണു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിന് എന്താണ് തോന്നുന്നത്, എന്താണ് പറയാനുള്ളത്? നമ്മൾ ഏത് തരത്തിലുള്ള ശ്രദ്ധ പുലർത്തണം? നമ്മളിപ്പം വരാൻ പോകുന്ന 3 മാസം മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ചിലപ്പം ഒരുപക്ഷെ ശരിയായിരിക്കും 4-5 ഡിഗ്രി കൂടും. അത് പറഞ്ഞാൽ ഗൾഫിന്റെ ടെമ്പറേച്ചർ വരുന്നുള്ളൂ. അപ്പൊ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടെ ചെയ്യാവുന്നുള്ളൂ. പക്ഷെ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു വൻ പ്രളയം വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ മഴ വളരെ ശക്തമായിട്ട് പെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ബാഷ്പീകരിച്ചു പോകുന്ന ഇതുണ്ടല്ലോ, അത് അതിന്റെ തോത് കൂടും.
അത് വരാൻ നേരത്ത് പിന്നെ ഈ പറയുന്ന നീലഗിരീസിൽ വന്ന് ടച്ച് ചെയ്ത് വലിയ റെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ് നമ്മൾ ഈ സമയത്ത് എടുക്കുകയും വേണം. മാത്രമല്ല ഈ സമയത്തുള്ള 3 മാസം സമയത്ത് നമ്മൾ എന്തായാലും മിനറൽ വാട്ടറിന്റെ ഇതിലോട്ട് പോയി പൈപ്പിന്റെ കാര്യം റെഡിയാക്കുന്ന കാര്യം ശരിയാണ് സാർ പറഞ്ഞത്. അതിന്റെ പ്രോജക്ട്സ് ഇപ്പൊ ചെയ്യാൻ പറ്റും. കാരണം ലീക്കേജ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നത് വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്താണ്. അത് ചെയ്യണം. അത് ചെയ്യുന്ന കൂടാതെ നമ്മളെ പേഴ്സണലായിട്ട് ഇപ്പം മിനറൽ വാട്ടറിന്റെ പിന്നെ ബോട്ടിൽസ് പിന്നെ അതിന്റെ റേറ്റ് കുറയ്ക്കുകയോ യൂസ് റേറ്റ് കുറച്ചുമല്ലോ കുറയ്ക്കാൻ സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ട് അതിന് 3 മാസത്തേക്ക് മാത്രം ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ വെക്കാൻ പറ്റും. അത് സോഫ്റ്റ്വെയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നീട് ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മഴ വരുന്നതിന് മുമ്പ് മാക്സിമം പ്രൊട്ടക്ഷൻ വേണം. എന്നില്ലെങ്കിൽ പ്രളയം വീണ്ടും വരും. പിന്നെ വീണ്ടും ഇത് സൈക്കിൾ ഓഫ് ഇൻഡിഫറൻസ് ആയിരിക്കും. അതായത് ആദ്യം ഡ്രൗട്ട് പിന്നെ ഫ്ലഡ് ഇങ്ങനെ പോകും. ഇല്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു ചാൻസ് ആണ്. അത് ആൾക്കാർക്ക് ബോധവൽക്കരണം വന്നു തോന്നുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പെർട്സിനെ വിളിച്ച് ചെയ്യേണ്ട കാര്യമാണ്. തീർച്ചയായും നന്ദി. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകന്റെ നിലപാട് ഈ വിഷയത്തിൽ ഏതു തരത്തിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. മറ്റൊരു പ്രേക്ഷകയിലേക്ക് പോകാം. പ്രസന്ന പാലക്കാട് നിന്ന് ചേരുന്നു. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? കേൾക്കാമോ? പ്രകൃതിപരമോ മനുഷ്യ നിർമ്മിതമോ ആയ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് ദുരന്ത നിവാരണം. ആ ദുരന്ത നിവാരണം അത് ഏത് തരത്തിലാകണം, എങ്ങനെ നമുക്ക് ദുരന്തം വരാതെ നോക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കോട്ടയത്ത് നിന്ന് കുഞ്ഞെന്ന പ്രേക്ഷകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേരുന്നു. കുഞ്ഞ്, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്? ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ പ്രകൃതി ചൂഷകരായിട്ടുള്ള ഒരു ഒറ്റ സമൂഹമുണ്ട്. ആ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ഏത് ഭരണകർത്താക്കളാണെങ്കിലും, നിലവിലുള്ളതാണെങ്കിലും കഴിഞ്ഞ കാലത്തുള്ളവരാണെങ്കിലും, അവർ കോട്ടയത്ത് നിന്ന് കുഞ്ഞെന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. പാലക്കാട് നിന്ന് വിജയകുമാർ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ വിജയകുമാർ, ദുരന്തം ഇനി മറ്റൊരു ദുരന്തം കൂടി ഉണ്ടാകാതെ നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കടുത്ത ചൂട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ഉഷ്ണതരംഗം അടക്കമുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു. അത് വലിയ ദുരന്തത്തിലേക്ക് തന്നെ നമ്മെ നയിക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് ഉച്ച സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ സൂര്യതാപം ഏൽക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള മുൻകരുതൽ ഉണ്ടാകണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ? സർ, നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന കാര്യങ്ങള് നമ്മൾ അതേപടി അവർ പറയുന്ന അതേ രീതിയിൽ അനുസരിക്കുകയും, അതേപോലെ ഇപ്പോൾ ഈ ചൂട് ക്രമാതീതമായി വർദ്ധിക്കാനുള്ള കാരണം നമ്മൾ പ്രകൃതി വെട്ടി മരങ്ങൾ കംപ്ലീറ്റും ഈ റോഡ് അതായത് നമ്മുടെ ഹൈവേമായി ബന്ധപ്പെട്ട് അതുപോലെ പല സ്ഥലങ്ങളിലും മരങ്ങൾ പൂർണ്ണമായി വെട്ടി നശിപ്പിക്കുകയും, അതേപോലെ ഷീറ്റുകൾ, അതായത് ബിൽഡിങ്ങിന്റെ എല്ലാ കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ മുകളിലും ഷീറ്റുകൾ ഫുള്ളും നിരത്തി ഫുൾ ചൂട്, അതായത് നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗ്രാമപ്രദേശങ്ങൾ വലിയ കുഴപ്പമില്ല, ടൗണും ഭാഗങ്ങളിൽ പോയി കേൾക്കാം. ഞാൻ പാലക്കാട് മുണ്ടൂർ എന്നാണ് വിളിക്കുന്നത്. മുണ്ടൂര് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ്. ശരി. പാലക്കാട് നിന്ന് വിജയകുമാർ എന്ന പ്രേക്ഷകൻ. ബംഗളൂരുവിൽ നിന്ന് ജോസഫ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ജോസഫ്, കേരളത്തിൽ വീണ്ടും ഒരു ദുരന്തം, അല്ലെങ്കിൽ ഈ ചൂട് ഓരോ ദിവസവും കൂടാനുള്ളൊരു സാധ്യത, ഒരു ദിവസം തന്നെ 5 ഡിഗ്രി വരെ ചൂട് കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്ന വിലയിരുത്തലാണ് വരുന്നത്. വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ചും സർക്കാർ തന്നെ, അല്ലെങ്കിൽ അതത് ജില്ലാ കളക്ടർമാർ തന്നെ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. പ്രത്യേകിച്ചും കുടിവെള്ളം കൂടുതലായി എത്തിക്കേണ്ട സാഹചര്യം, നിർജ്ജലീകരണം ഒഴിവാക്കാൻ നിശ്ചിത ഇടവേളകളിൽ വെള്ളം കുടിക്കണമെന്ന നിർദ്ദേശം, അങ്ങനെ പുറം ജോലികൾ ചെയ്യുന്നവർക്ക് കർശനമായ നിയന്ത്രണം, പ്രത്യേകിച്ചും ഈ ഉച്ച സമയത്ത് ജോലി ചെയ്യാതിരിക്കുക എന്ന കർശന നിർദ്ദേശം, അങ്ങനെ പല കാര്യങ്ങളും നൽകി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ? എനിക്ക് പറയാനുള്ളത്, ഇതൊരു കണ്ടിന്യൂഡ് പ്രോസസ്സാണ്. നമ്മുടെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് റോഡുകളും ഒരുപാട് വാഹനങ്ങളും ഒക്കെ ഒരു പ്രത്യാഘാതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ നമുക്കൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ ഈ കോഴിയിറച്ചി ചൂടുള്ളൊരു സാധനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട, റാഗി എന്ന് പറയുന്ന കർണാടകത്തിൽ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ധാന്യമാണ്. റാഗി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതിനെ കുറുമ്പുല്ല്, മഞ്ഞപ്പുല്ല് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഇത് ജീവിതത്തിലെ ഇവിടുത്തുകാരുടെ മെയിൻ ആഹാരമാണ്. ഇത് വളരെ വില കുറഞ്ഞതുമാണ്, വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പം
കേരളത്തിലെ ഈ അരിയാഹാരം എന്നൊക്കെ വലിയ ഉയർത്തി പറയാറുണ്ട് രാഷ്ട്രീയക്കാരും ഒക്കെ. പക്ഷെ ആ സ്ഥാനത്ത് ഈ റാഗിക്ക് പ്രാധാന്യം കൊടുക്കുകയും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ റാഗി കഴിക്കുകയും ചെയ്താൽ ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ടുള്ള വലിയ ഒരു കഴിവ് അതിനുണ്ട്. അത് ആഹാര പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. ബംഗളൂരുവിൽ നിന്ന് ജോസഫ് എന്ന പ്രേക്ഷകൻ. ഷൊർണൂരിൽ നിന്നും മണി എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ മണി, ചൂട് എങ്ങനെയുണ്ട്? ഈ വരുന്ന ദിവസങ്ങളിലും ചൂട് കൂടാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണ് പറയാനുള്ളത്? അത് ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഈ പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഉണർന്നു പ്രവർത്തിക്കേണ്ടത്. ഈ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഓരോ ഓരോ പഞ്ചായത്തിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ ഡോക്ടറുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്, ഹെൽത്ത് വിസിറ്റർമാരുണ്ട്. ഇവരെ ഉപയോഗിച്ച് അതാത് സ്ഥലങ്ങളിലെ ഓരോ വാർഡുകളിലും ഈ അംഗൻവാടികളെ കേന്ദ്രീകരിച്ച് ജനങ്ങൾ ബോധവൽക്കരണം നടത്തണം. ഈ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്, വെള്ളത്തിന് പകരം പഴങ്ങളാണോ കൂടുതൽ ഫലപ്രദമാകുന്നത്, ഉപ്പ് കുറയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഇതാണ് അടിയന്തിരമായി ഇവിടെ ചെയ്യേണ്ടത്. അതാണ് പറയാനുള്ളത്. ശരി. ഷൊർണൂരിൽ നിന്നും മണി എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. കണ്ണൂരിൽ നിന്നും ദാസൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ദാസൻ, ഇവിടെ ചൂട് അത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പുറത്തിറങ്ങിയാൽ നമ്മൾ ആ ചൂടിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട്, തീക്ഷ്ണത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അത് കൂടും എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവർ പറയുന്നതും. നമ്മൾ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആശങ്കപ്പെടേണ്ട ആശങ്ക തന്നെയല്ലേ. ഈ ആദ്യമായിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കർശനമായിട്ട് കുഴൽക്കിണർ നിരോധിക്കുക. അപ്പൊ കുഴൽക്കിണർ എന്ന് പറയുമ്പോൾ നമ്മളെ ശരിക്കും ഭൂമിന്റെ ഗർഭപാത്രം തുറന്നെടുക്കുന്നത് ശരിക്കും ആദ്യം നിർത്തേണ്ട അതാണ്. അതുപോലെ ഓരോ വാർഡിലും നിർബന്ധമായിട്ട് ഒരു 100 ഏക്കറെങ്കിലും നെൽകൃഷി നിർബന്ധമായിട്ട് തുടങ്ങുക. നെൽകൃഷി പോയതോടുകൂടി നമ്മൾ നാടിങ്ങനെ ആയിപ്പോയത്. ഇത് നമ്മൾ വരുന്ന മക്കളോട് നമ്മൾ ചെയ്യാൻ വരുന്ന ഏറ്റവും വലിയ ഒരു പരിപാടി ഇതാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അടുത്ത തലമുറ ഒന്ന് പിടഞ്ഞു മരിക്കും വെള്ളം കിട്ടാതെ. ഓർത്ത് രാഷ്ട്രീയക്കാർക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വെള്ളമില്ലെങ്കിൽ അമേരിക്കയിൽ എയറോപ്ലെയിന് വെള്ളം കൊണ്ടുവരും. അവർക്ക് ഭാര്യക്കും മക്കൾക്കും സുഖമായ കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇവർ പാവപ്പെട്ടവരെ ഇവിടെ പിടഞ്ഞു മരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് ഈ കുഴൽക്കിണർ നിരോധിക്കുക, അതുപോലെ നെൽവയലുണ്ടാക്കുക. ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ, അല്ലാതെ ഒരു രക്ഷയില്ല. നമ്മൾ നിലനിൽപ്പ് അവതാരത്തിലാണ്. ശരി. കണ്ണൂരിൽ നിന്നും ദാസൻ എന്ന പ്രേക്ഷകനാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേർന്നത്. സുമേഷ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. സുമേഷ്, കേൾക്കാമോ? കേൾക്കാം. ഞാൻ കൊല്ലങ്കോട് എന്ന പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കൊല്ലങ്കോട്. അതെ, പാലക്കാട് ജില്ലയിൽ ഇന്ന് 37 ഡിഗ്രി വരെ ചൂടായി എന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കടുത്ത ചൂട് തന്നെയല്ലേ അവിടെ? അതെ അതെ. എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇത് കൂടുമെന്ന്, അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് അവിടെ നിന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, എല്ലാ വർഷവും ചൂട് പാലക്കാട് മേഖലകളിൽ കൂടുതലാണ് അനുഭവപ്പെടാറുള്ളത്. ഈ വർഷം അതിനേക്കാൾ കൂടുതൽ അനുഭവപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം പ്രളയത്തിന്റെ ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചൂട് കൂടുതൽ തന്നെ ദൈർഘ്യം കൂടാനാണ് ചാൻസ് കൂടുതൽ എന്ന്. അത് പ്രത്യേകിച്ച് നമ്മൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് വളരെയധികം ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ഒരു സമയമാണ്. കാരണം നഴ്സറി കുട്ടികളിലായാലും LKG UKG ആ കുട്ടികൾ 2 മണിക്ക് ശേഷം പുറത്ത് കളിക്കുന്ന ഒരു സന്ദർഭം ഇപ്പോൾ കാണുകയുണ്ടായി. അപ്പോൾ അവർക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ചൂട് വളരെയധികം കുട്ടികളിൽ, കാരണം അവരുടെ ബോഡി സ്കിൻ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഏൽക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ സൂര്യതാപം ഏറ്റതിന് ശേഷം ഒരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ പല മീഡിയകളിലും അല്ലെങ്കിൽ ചാനലുകളോ പത്രങ്ങളോ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ചൂടിന്റെ ദൈർഘ്യം എന്തായാലും കൂടാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസങ്ങളും ഇപ്പോൾ 32, 40, ഇനി 45, 48 വരെ വരാനുള്ള ചാൻസസുകൾ ഉണ്ടെന്നാണ് പ്രാഥമികപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതിനെ എങ്ങനെ നമ്മൾ നേരിടാം എന്നുള്ളതും ഇതിനെ പ്രിക്കോഷൻ എടുക്കേണ്ട സമയത്തിനുള്ള ഒരു ശരിയായ ഒരു നിർദ്ദേശങ്ങൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നൽകേണ്ട ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടാവണം എന്നാണ് എന്റെ വിനീതമായ ഒരു അറിയിപ്പ്. ശരി, നന്ദി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. പെരുമ്പാവൂരിൽ നിന്നും സോജൻ എന്ന പ്രേക്ഷകൻ. സോജൻ, നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, പൊതുവേദി ചർച്ച ചെയ്യുന്ന വിഷയം ഉഷ്ണതരംഗത്തിൽ ആശങ്ക വേണോ എന്നുള്ളതാണ്. മഴ കൂടുതലായി ഉണ്ടായാൽ മാത്രമേ ഇനിയൊരു ഈ ചൂടിനൊരു കുറവുണ്ടാകുകയുള്ളൂ. പക്ഷെ അത് എത്രത്തോളം മഴ ഉണ്ടാകും എന്നൊരു സാഹചര്യം ഇപ്പോൾ മുൻകൂട്ടി പറയാൻ
കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനടക്കം കഴിയുന്നുമില്ല. അപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുകയല്ലേ? തീർച്ചയായിട്ടും ചൂട് സ്വല്പം കൂടുതലാണെന്നത് സത്യമാണ്. പക്ഷെ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചൂട് നമുക്ക് അനുഭവപ്പെടില്ല. മെയിനായിട്ട് ഈ മൈദ ചവിട്ടി കുഴിച്ചുണ്ടാക്കി പൊറോട്ടയും കോഴിയാണ് ഇവിടുത്തെ മെയിൻ ഭക്ഷണം. ഈ രണ്ട് സാധനം ഒഴിവാക്കുക. കോഴിയും പൊറോട്ടയും മൈദ കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും പിന്നെ കരി ഓയിൽ ഉണ്ടാക്കിയ സാധനങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി ചൂട് കുറയും. ഭക്ഷണം കൺട്രോൾ ചെയ്ത് നല്ല സാത്വികമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി ചൂട് കുറയും. അത് നമുക്ക് അനുഭവപ്പെടില്ല. ആണ് എനിക്ക് പറയുന്നത്. ഫാസ്റ്റ് ഫുഡ്. പെരുമ്പാവൂരിൽ നിന്നും സോജൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു, എറണാകുളത്ത് നിന്ന് ജോസ് എന്ന പ്രേക്ഷകൻ. ജോസ്, ഈ വരുന്ന ദിവസങ്ങളിൽ 6 ഡിഗ്രി വരെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ചൂട് കൂടാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ മുൻകരുതൽ എടുക്കുകയും വേണം. ഏതു തരത്തിലുള്ള മുൻകരുതൽ എടുക്കണമെന്ന് കുറേയൊക്കെ പ്രേക്ഷകരും അതുപോലെ തന്നെ വിദഗ്ധരുമെല്ലാം നമ്മോട് പറയുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോസിന്റെ അഭിപ്രായം ഏതു തരത്തിലാണ്? ഞാൻ ഈ ദിവസങ്ങളിൽ കർണാടക മുതൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മുടെ കാടുകളിലൊക്കെ കാണുന്ന ഒരു കാര്യം വെച്ചാൽ അതൊക്കെ ഊഷരമായിരിക്കണം. നമ്മുടെ കാടുകൾ ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇവിടെ ഞാൻ അവിടെ കർണാടകത്തിൽ കണ്ടൊരു കാര്യം, എറണാകുളത്ത് നിന്ന് ജോസ് തുടരാം. അപ്പൊ ഈ കാടുകളിൽ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അവിടെ നമ്മള് കർണാടകത്തിൽ കണ്ട ഒരു കാര്യം വെച്ചാൽ അവിടെയൊക്കെ വലിയ കുളങ്ങൾ കുഴിച്ചിട്ടേക്കാണ്. അപ്പൊ ഈ മഴ വരുമ്പോ ഈ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു സംസ്കാരം നമുക്കില്ല. നമ്മളൊരു 10 സ്ക്വയർ ഫീറ്റ് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് കെട്ടിടം പണിയാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ആ ചിന്താഗതി മാറിയില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. തീർച്ചയായും ചിന്താഗതിയിൽ മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും നമ്മൾ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ ഓരോരുത്തരും ഇത്തരം ചിന്തകൾ നടപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ വരാൻ പോകുന്നു. പ്രത്യേകിച്ചും പ്രളയമുണ്ടായി, തൊട്ടു പിന്നാലെ അതിശൈത്യമുണ്ടായി, അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത ചൂടും അനുഭവപ്പെടുന്നത്. ഉഷ്ണതരംഗം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കരുതൽ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം നടപടികൾ എടുക്കും ഓരോരുത്തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.